നമസ്തേ. ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 24/12/2024 പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ 3-6-9 അത് എൻ്റെ പ്രാധാന്യം പറഞ്ഞു. നമ്മൾ മഹത്തായ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രാധാന്യമായി എല്ലാം ശുഭമായി തീരുന്ന ഈ ദിവസം വൈകിട്ട് 6 മണിക്ക് 6 PM കഴിയുന്നവരെല്ലാവരും എന്തെങ്കിലും ഈ 2024 അവസാനിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്ത എന്തെങ്കിലും കാര്യം നമുക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. ഈ ദിവസം വൈകിട്ട് 6 മണിക്ക് എല്ലാവരും കൃത്യമായി 6 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ നടക്കാതെ പോയ ആഗ്രഹം എന്താണോ അത് നടത്തി തരണമെന്ന് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാം. 9 എന്ന് പറഞ്ഞത് 6 എന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളുമാണ്. ശുക്രന്റെ ദിവസമാണ്. ആ ശുക്രനാണ് നമുക്ക് സൗഭാഗ്യങ്ങളെ നിലനിർത്തി തരുന്നത്. അന്നപൂർണേശ്വരിയാണ്, മഹാലക്ഷ്മിയാണ്. അപ്പൊ ആ ശുക്രനെ സൂചിപ്പിക്കുന്ന 666 വരുന്ന കൂട്ടുമ്പോൾ 9 എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് അധീനമായി വരുന്ന ഈ ദിവസം കൃത്യം 6 മണിക്കും രാത്രിയിൽ 9 മണിക്കും 2 സമയങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. 6 മണിക്കും 9 മണിക്കും 6 മണിക്ക് എഴുതുന്നവർ 6 പ്രാവശ്യം നമ്മൾ 3, 6, 9 പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പൊ 3 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. കാരണം 6 പ്രാവശ്യം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ ആവശ്യമുള്ള ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 6 പ്രാവശ്യം കൃത്യം 6 മണിക്കും 9 പ്രാവശ്യം കൃത്യം 9 മണിക്കും എഴുതാൻ തുടങ്ങും. എഴുതിത്തീരുന്ന എപ്പോഴും ആയിക്കൊള്ളട്ടെ. നമ്മുടെ ആവശ്യം എത്ര വലുതായാലും ഒറ്റ വരിയിൽ എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. 3, 6, 9 എഴുതിയിട്ട് ഒരുപാട് പേർക്ക് 3 പ്രാവശ്യവും 6 പ്രാവശ്യവും 9 പ്രാവശ്യം എഴുതിയിട്ട് ഒരുപാട് പേർക്ക് ഗുണഫലങ്ങൾ കിട്ടി. ഞാനും എഴുതിയിരുന്നു. എനിക്കും പകുതി ഫലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടില്ല. അപ്പോൾ വീണ്ടും ഈ 2024 ഈ 666 ദിവസമായെന്ന് കൂട്ടുമ്പോൾ 9 വരുന്ന ഈ ദിവസം വൈകിട്ട് 6 മണിക്കും 9 മണിക്കും ഒരേ ആവശ്യം തന്നെ 6 പ്രാവശ്യവും 9 പ്രാവശ്യവും എഴുതി നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ശരിക്കും മഹാലക്ഷ്മിക്കും അന്നപൂർണേശ്വരിക്കും അതുപോലെ തന്നെ ദൈവങ്ങളുടെ എല്ലാ രാശിചക്രത്തിൻ്റെയും നേതാവായ യൂണിവേഴ്സിന് സമർപ്പിച്ചുകൊണ്ട്, പ്രപഞ്ചത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഫലമാകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. കാരണം പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാമെന്നാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഫലം വന്നുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ വീണിട്ടാണല്ലോ നടക്കാൻ പഠിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമെങ്കിലും പ്രതീക്ഷകൾ കൈവടിയാതെ തീർച്ചയായും 24/12/2024 ഏത് രാജ്യത്തുള്ളവർക്കാണെങ്കിലും അവിടുത്തെ സമയം നോക്കിയാൽ മതി. 6 PM 6 AM ആവാം, 9 AM ആവാം, 9 PM ആവാം. ഓരോ രാജ്യക്കാരും അവിടുത്തെ സമയക്രമത്തിനനുസരിച്ചുകൊണ്ട് ഒരേ ആവശ്യം തന്നെ 6 പ്രാവശ്യവും 6 മണിക്കാണ് എഴുതുന്നതെങ്കിൽ 6 പ്രാവശ്യവും 9 മണിക്കാണ് എഴുതുന്നതെങ്കിൽ 9 പ്രാവശ്യവും എഴുതാൻ ശ്രമിക്കും. ഒരേ ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ആ ബുക്ക് സൂക്ഷിച്ചു വയ്ക്കുക. വീണ്ടും നമുക്ക് ദിവസങ്ങളും മുഹൂർത്തങ്ങളും വന്നുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത് വരെ നമുക്ക് ഈ തുടർച്ചയായ ശ്രമം നടന്നുകൊണ്ടേയിരിക്കാം. പുതുവർഷത്തിൽ ലോട്ടറി ഭാഗ്യം വരുന്നുണ്ട്. ലോട്ടറി ഭാഗ്യമുണ്ട്. എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട്. ഇപ്പൊ ഈ ബിഗ് ടിക്കറ്റ് പോലെയുള്ള വലിയ വലിയ ലോട്ടറികൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അതൊക്കെ ചിലപ്പോൾ ആഴ്ചയിലുണ്ട്, മാസത്തിലുണ്ട്, വലിയ ലോങ് ടൈമിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുന്ന അന്ന് തന്നെ നമുക്ക് ലോട്ടറി എടുക്കുന്ന ദിവസം തന്നെ ആയിരിക്കില്ല അതിൻ്റെ ഡ്രോ നടക്കുന്നത്. അപ്പൊ അത് നറുക്കെടുപ്പ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ്. പൂജാ ബെമ്പർ കഴിഞ്ഞപ്പോൾ ക്രിസ്തുമസ് ബെമ്പർ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ്. കേരളീയരുടെ മാത്രമാട്ടോ ഇപ്പം ഞാൻ പറഞ്ഞത്. 400 രൂപ മുടക്കിയാൽ 20 കോടി സമ്മാനം. 20 കോടിയാണ് പരമാവധി. പിന്നെ താഴോട്ട് എത്ര വേണമെങ്കിലും ആവാം, ഒന്നുമില്ലാതെയും വരാം. പക്ഷേ
നമ്മൾ എടുക്കുന്നവരാരും 400 രൂപ മുടക്കിയിട്ട് ഒന്നും കിട്ടാതിരിക്കാൻ ആരും ആഗ്രഹിക്കില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടിക്കറ്റ് എടുക്കുമ്പോഴേ തന്നെ ജാക്ക് പോട്ടസ് ബോണസ് ബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശുഭമുഹൂർത്തത്തിൽ ബ്ലെസ്സിങ്സ്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്നവർ, ഹെൽത്ത് ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്നവർ എല്ലാവരും, കാരണം സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാം. അപ്പം അതിന് പണം വേണം, എല്ലാത്തിനും പണം വേണം. നമ്മുടെ ആരോടും കടം വാങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ, ഇപ്പം സർക്കാർ ജോലി കിട്ടാൻ യോഗമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ജോലിയുടെ പ്രായമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ലോട്ടറിക്കൊക്കെ അപ്ലൈ ചെയ്യാം. ലോട്ടറി എടുക്കാം, 400 രൂപയുടെയൊക്കെ ഒരു ലോട്ടറി എടുക്കാം. ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ എടുക്കാം. എപ്പോഴായാലും ഈ ഒരു ദിവസം എടുക്കാം. ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് 28-ാം തീയതി വീണ്ടും മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട്. അപ്പോൾ ആ മുഹൂർത്തത്തിൽ നമുക്കതിന് വേണ്ട ശ്രമവും പ്രാർത്ഥനയും തുടങ്ങാം. നമ്മൾ അവിരാമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രതിസന്ധികളില്ലാത്ത ദൈവാനുഗ്രഹമുള്ള സാമ്പത്തിക അനുഗ്രഹം കിട്ടുന്ന ഒരു ശുഭവർഷമാവാൻ ഇപ്പോഴേ തന്നെ നമ്മൾക്ക് അതിനുള്ള ശ്രമം തുടങ്ങാം. ഇന്ന് ഏറ്റവും ഈ 24/12/2004 ഏറ്റവും ശുഭത്വമുള്ള ദിവസമാണ്. ഇന്ന് തന്നെ പേപ്പറിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ 6 പ്രാവശ്യവും 9 പ്രാവശ്യവും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടാവണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം എഴുതി വയ്ക്കുക. തീർച്ചയായും അത് ലോട്ടറി ഭാഗ്യവുമാവാം, എന്തോ ആവട്ടെ, അതൊന്ന് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അടുക്കുകയാണ്. കാരണം നമ്മുടെ ചോദിക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്നൊന്നും വിഷമിക്കേണ്ട. ആദ്യം ഒറ്റ പ്രാവശ്യം ചോദിച്ചാലും കിട്ടും, പല പ്രാവശ്യം ചോദിച്ചാലും കിട്ടും. ഒരിക്കലും നമ്മളുടെ പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കില്ല. 2024 ഏറ്റവും നല്ല അവസാനിക്കുമ്പോൾ ഏറ്റവും മംഗളമുഹൂർത്തങ്ങളെല്ലാം പരമാവധി ഉപയോഗിക്കൂ. നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.